ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബസ്മതി റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയെല്ലാം കഴുകി എടുത്ത ശേഷം കുറച്ച് വെള്ളത്തിൽ അരമണിക്കൂറെങ്കിലും ഇതിട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിതിലെ വെള്ളം എല്ലാം ഒന്ന് വാർത്ത് കളയാം. ഇനി അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച ശേഷം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയൊക്കെ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പിലേക്ക് വെച്ച ശേഷം കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ മുട്ട ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം നല്ലപോലെ ഒന്ന് സ്ക്രാമ്പ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആ മുട്ടയെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയായ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാ വെജിറ്റബിൾസും കൂടെ നമുക്ക് ഒരു 1-2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് എല്ലായിടത്തേക്കും എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട കൂടെ ഇതിലിട്ട് കൊടുക്കുകയാണ്. ലാസ്റ്റ് 1 സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.